ഒരു വീഡിയോ വന്നാണ്. അതും മമ്മി പൂർണ്ണ ഗർഭിണിയാണ്. നേപ്പാള്, സിംഗപ്പൂര്, മലേഷ്യ. അത് പുള്ളി കുറെ കാര്യങ്ങൾ 2003 പട്ടായ തായ്ലൻഡിൽ പോയി അവിടെ ഞാൻ ഇതിന്റെ ഇതിലൊക്കെ റോപ്പില്ലേ മറ്റേ സാധനം കയറി അത് കഴിഞ്ഞ് കയറി കഴിഞ്ഞിട്ട് തന്നെ ഈ പട്ടായയിൽ ഒറ്റയ്ക്ക് 2003 പപ്പ എന്തിനു പോയി. അതും മമ്മി പൂർണ്ണ ഗർഭിണിയാണ്. മമ്മി ഇവിടെ പ്രസവിക്കാനിരിക്കുവാ. ഇവിടെ ഇവിടെ പ്രസവിക്കാൻ വേണ്ടി പിന്നെ ഉരുളത്ത് കൊടുക്കുന്നില്ല. മമ്മി 2003 പപ്പ എന്തിനു പട്ടായ പോയി. കഷ്ടമുണ്ട്. അതിന്റെ പേര് ഇവിടെ ഗർഭിണി ആയ സമയത്തല്ലേ പോയെ? പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന ലാസ്റ്റ് സമയത്ത്. പക്ഷെ ഞാൻ കൊച്ചിനുള്ള ഉടുപ്പ്, കൊച്ചിനുള്ള സാമഗ്രികള് എല്ലായിട്ടാണ് ഞാനിവിടെ വന്നത്. ഞാൻ തായ്ലൻഡിൽ പോയി, പട്ടായ പോയി, ബീച്ചിൽ പോയി, അത് കഴിഞ്ഞ് മറ്റേ ഇതിലേക്കൊക്കെ പോയി. പക്ഷെ പട്ടായ പോയതിന്റെ പേര് ഞാൻ വേറെ ഒരു അലുകുളുത്ത് പരിപാടിയിലും പോകാത്ത ഒരേ ഒരു മനുഷ്യൻ. അങ്ങനെ അതുകൂടെ പുള്ളി അവിടെ ധ്യാനത്തിനൊക്കെ പോയതാ. പട്ടായ പോയിട്ട് ചെറിയ ധ്യാനം ഉണ്ടാകും. എന്ത് ചെയ്യാനും അയാൾ പട്ടായ പോയത് എന്തിനായിരിക്കും? അതൊന്നും അന്വേഷിക്കേണ്ട ആവശ്യം നമുക്കില്ല. ശരിക്കും പറഞ്ഞാൽ ഈ പിള്ളേരൊന്നും ഈ വീഡിയോ എടുത്തിട്ടെന്ന് എനിക്കറിയത്തില്ല. അവരത് വളരെ കോമഡി ആയിട്ടൊക്കെ പറഞ്ഞ് ചിരിക്കുന്നുണ്ട്, വലിയ കുഴപ്പമില്ല. പക്ഷേ ഈ ഭാര്യ പൂർണ്ണ ഗർഭിണിയായിരുന്നതാണോ അല്ലയോ എന്നുള്ളതൊന്നും ശരിക്കും പറഞ്ഞ ഒരു വിഷയമല്ല. നമ്മൾ അതിനെപ്പറ്റി ആലോചിച്ച് കഴിഞ്ഞാൽ. കാരണം പട്ടാനൊക്കെ പോയി കഴിഞ്ഞാൽ കറങ്ങി കഴിഞ്ഞാൽ അവിടെ ഉറപ്പായിട്ട് ഒരു മസാജോ ഹാപ്പി എൻഡിങ് B2B മസാജൊക്കെ എടുത്തുന്നിരിക്കും. ഈ റോപ്പയിലും കയറി ബീച്ചിലും പോയി പിന്നെ തിരിച്ചു വരുമ്പോൾ ഈ പോയവരെല്ലാവരും ഭാര്യയ്ക്കും ഒക്കെ തുണിയും കുറേ കളിപ്പാട്ടൊക്കെ മേടിച്ചുകൊണ്ടേ വരാറുള്ളൂ. അതുകൊണ്ട് അവിടെ പോയ ഈ പുള്ളി ഉറപ്പായിട്ടും മസാജ് ചെയ്തിട്ടുണ്ട്, ഒരു കളി കളിച്ചിട്ടുണ്ട്. 1, 2, 3 എത്ര വേണമെങ്കിലും ആവാം. അതൊക്കെ പുള്ളിയുടെ താല്പര്യം പോലെ പുള്ളി കളിച്ചും കാണും. അതിന് ഈ പെണ്ണുങ്ങൾ എടുത്ത് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ പാവപ്പെട്ടവൻ പെടുകയും ചെയ്തു. അത് പറയുന്ന എല്ലാം കൊണസ്റ്റാ, തിരിച്ചു മറിച്ചൊക്കെ അങ്ങ് പറയുക. അത് പിന്നെ ഗർഭിണിയായിരിക്കുന്നത് ഞാൻ ഗർഭിണിയല്ലേ പോയിട്ട് വന്നപ്പോൾ ഞാൻ എന്നിട്ട് അവസാനം പറയാം, ഞാൻ മാത്രമേ ഉള്ളൂ, ഞാൻ ഭയങ്കര വിശ്വാസിയാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ദൈവത്തിന് എടുക്കാത്ത ഒന്നും ചെയ്തിരുന്നു. അപ്പം തന്നെ ഉറപ്പാണ് പോയെന്ന് മനസ്സിലായില്ലേ? പുള്ളി ഉറപ്പായിട്ടും പോയി അവിടെ ഈ പറഞ്ഞ പോലെ മസാജ് എടുത്തിട്ടുണ്ട്. B2B ജക്കൂസിലൊക്കെ കിടന്ന് ഇങ്ങനെ പെണ്ണുങ്ങൾ കയറിയിരുന്ന് പരിപാടി നടത്തി കൊടുത്തു വിട്ടതാണ്. അപ്പോൾ എന്താ ഈ ഗർഭിണിയായിരിക്കും പോകാനുള്ള കാരണം വെച്ചാൽ പുള്ളിക്ക് ഇപ്പോൾ ആ സമയത്തായിരിക്കും കുറച്ച് നാളായിട്ട് ഈ സംഭവം ഒന്നും ഇല്ലാത്തപ്പോഴായിരിക്കും എല്ലാവരും വിളിച്ചുകൊണ്ട് പോയത്. അവിടെ പോയി കളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞാൽ പോയതാണ്. തിരിച്ച് വന്നപ്പോൾ ഉടുപ്പും കൊണ്ട് വന്നാൽ മതിയല്ലോ. ഭാര്യ പറ്റിക്കാൻ അതിൽ കൂടുതൽ എന്താ വേണ്ടേ? അതാ പുള്ളി ചെയ്തിട്ടുള്ളൂ. അല്ല വലിയ കാര്യമൊന്നുമില്ല. ഇതൊക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്, ഇവിടെ പലരും ചെയ്യുന്നുണ്ട്. അല്ലാതെ ഇവരാരും പറയുന്ന പോലെ അവിടെ പോയിട്ട് പിന്നെ അതല്ലേ പിന്നെ അതുപോലത്തെ പാർട്ടികളായിരിക്കണം. ഇതൊക്കെ അറിയാവുന്ന ആൾക്കാർ, ഇത് നല്ല രീതിയിൽ കിട്ടുന്നവന്മാരൊക്കെയാണെങ്കിൽ ചിലപ്പോൾ കറങ്ങിയിട്ടിങ്ങി പോയത്. വലിയ നിർബന്ധമൊന്നുമില്ല. ഞാനും പോയതാണ് പട്ടായാലും, വലിയ കാര്യമൊന്നുമില്ല. ചുമ്മാ ഇങ്ങനെ ഇതിനെ ഇടയിൽ കൂടെ ഒക്കെ കറന്ന് മെഴുകാം. ഇത് ചിലർ അങ്ങനല്ല, ഇത് ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കും. ഇതിന് വേണ്ടി തന്നെയാണ് പോകുന്നത്. എന്നിട്ട് ചുമ്മാ ബീച്ചിലൊക്കെ പോയിരിക്കും. ബീച്ചൊന്നും അല്ല അവൻ കാണുന്നത്. അതായത് 3 മസാജ് ഒരു ദിവസം. എന്നിട്ട് അതും കുടിച്ച് ഞാൻ ഒരുപാട് നല്ല സ്റ്റഫൊക്കെ ഉണ്ടാകുന്ന അടിക്കാൻ. നമ്മുടെ ഹൈബ്രിഡ് കഞ്ചാവൊക്കെ മേടിച്ച് വലിച്ച് കഫേലൊക്കെ ഇരുന്ന് തന്നെ വലിച്ച് അത് പുറത്തൊക്കെ ഒന്ന് വരികയൊക്കെ ചെയ്യാം. പക്ഷേ നല്ലൊരു പരിപാടിയാണ്. കാരണം അതിനകത്തൊരു ടെസ്റ്റ് ട്യൂബിനകത്താ ഇത് ജോയിൻറ്റ് അതുപോലെയാണ് കിട്ടുന്നത്, നമുക്ക് മേടിക്കാൻ കിട്ടും. അപ്പോൾ അതിൻ്റെ THC അളവൊക്കെ നോക്കി ഏറ്റവും കൂടുതലാണ് മേടിച്ചത്. എന്നിട്ട് അത് ഇച്ചിരി വരിക്കാൻ പറ്റില്ല, എനിക്ക് ഒത്തിരി ഒന്നും വരിക്കാൻ പറ്റില്ല. അടിച്ച് കഴിഞ്ഞാൽ അറ്റാക്ക് ഒന്നും അത്താതെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇച്ചിരി വരിക്കും. എന്നിട്ട് ഇത് തിരിച്ചിടും. അത് അടച്ച് വെച്ചാൽ കിട്ടുമോ? അങ്ങനെ നമ്മൾ ഇരുന്ന് വലിച്ചു തീർക്കൊന്നും വേണ്ട. അങ്ങനെ സേഫായിട്ട് പോക്കറ്റ് ഇരിക്കുകയും ചെയ്യും. നല്ല രസമാണ്. മറ്റൊരു 2 പോക്കറ്റ് എടുക്കുമ്പോൾ നമ്മൾ തെറിച്ച് കറങ്ങി ഒരു വല്ലാണ്ട് ഒരു പെരുപ്പ് വരും നമുക്ക്. അത് ഇങ്ങനെ വന്നിരിക്കുമായിരിക്കും. അപ്പോഴപ്പോഴത്തേക്ക് ആരാണ്ടൊക്കെ ആയിട്ട് പെണ്ണുങ്ങളൊക്കെ വന്നിങ്ങനെ നോക്കുമോ നിൽക്കുക, അവരൊക്കെ നടക്കുകയൊക്കെ ചെയ്യും. പിന്നെ ബാറിലൊക്കെ കയറി ബീറൊക്കെ കുടിച്ച് പിന്നെ കുറേ മറ്റേ ക്രൊക്കഡൈലിൻ്റെ ഇറച്ചി, പാമ്പിൻ്റെ ഇറച്ചി ഇതൊക്കെ തിന്നു. ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെയാണ്. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ പരിപാടിക്കൊന്നും ഞാൻ പോകത്തില്ല. അച്ഛനൊക്കെ മുറ്റി ഞാനാ. പക്ഷെ ദൈവത്തിലൊന്നും വിശ്വസിക്കുവോ ദൈവത്തിനെ വെച്ച് സത്യം ചെയ്യുകയൊന്നും ചെയ്യത്തില്ല. അല്ലാതെ തന്നെ ഞാൻ പറയാം അവിടെ പോയിട്ട് പോയില്ല. അല്ലാതെ ഇങ്ങോട്ട് തിരിച്ച് വന്നപ്പോൾ തുണിയും മേടിച്ചില്ല ആർക്കും. എന്തിന്? ആരെ ബോധിപ്പിക്കാനാ? അത് കണ്ടാൽ അറിയാം. ആ വരവിൽ ആളുകളുടെ കയ്യിൽ ഒത്തിരി സാധനങ്ങൾ, ഭാര്യയും മക്കളെയൊക്കെ ഒത്തിരി ഓർത്തു എന്ന് പറഞ്ഞാൽ അവരെവിടെ കിടന്നാണ് ഓർത്തോന്ന് വിചാരിക്കുക. അവർക്ക് ഒത്തിരി പേരെ ബോധിപ്പിക്കാനുണ്ടായതുകൊണ്ടാണ് അവർ അതൊക്കെ ചെയ്യാൻ പോയത്. അല്ലാത്തവരെ ചിലപ്പോൾ ഇതുപോലെ അടിച്ച് വരുത്ത് കറങ്ങിയിട്ടൊക്കെ ഇങ്ങനെ പോരും. പട്ടായൊന്നും അല്ല പോയത്. ഒന്നാമത്തെ കാര്യം ഒരു ദിവസം കണ്ടതിന് കറങ്ങി. ബാക്കി സമയമൊക്കെ ബാങ്കോക്കും ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലാണ്. പിന്നെ പട്ടായത്തിന് വേണമെന്നില്ല, ബാങ്കോക്കിൽ ഇതെല്ലാം ഈസി ആയിട്ട് എല്ലായിടത്തും ഉണ്ട്. കുവൈറ്റ് അല്ലേ, ഈ തായ്ലൻഡ് എവിടെ ചെന്നാലും ഈ സെക്സ് വർക്കേഴ്സും അതുപോലത്തെ പരിപാടി നടക്കും. അതുകൊണ്ട് പട്ടായയിലാണോ പോയത്, ബാങ്കോക്കിലാണോ പോയത്, ഫുക്കറ്റിലാണോ പോയതെന്നൊന്നും അന്വേഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ രാജ്യത്ത് എവിടെ ഇതൊക്കെ കിട്ടും. അല്ലേ പിന്നെ ഒരു അരമണിക്കൂർ ബൈക്ക് ടാക്സി കയറി എങ്ങോട്ടേലും പോയാലും കിട്ടും. അതുകൊണ്ട് പട്ടായ എന്ന് പറഞ്ഞ് ഇവിടെ നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിലൊന്നും ഒരു കാര്യമില്ല. പിന്നെ എല്ലാവർക്കും അതൊരു ഇതൊന്നും കണ്ടിട്ടില്ലാത്തവർക്ക് ശരിയാ വലിയ എക്സൈറ്റ്മെന്റ് ഒക്കെയാണ്. എന്നിട്ട് ആദ്യമായിട്ടാണ് ഉറപ്പായിട്ട് ആൾക്കാർ ട്രൈ ചെയ്യും. പിന്നെ ഇത് നമ്മൾ കണ്ട് വീർത്ത സാധനമൊക്കെ ആയതുകൊണ്ട് അവിടെ പോയി ഒന്നും ചെയ്യാനൊന്നും ഇല്ല. അത്രേ ഉള്ളൂ. ഇവിടെയൊക്കെ നമ്മളിതൊക്കെ കാണുന്ന ആവശ്യത്തിന്. അതുകൊണ്ട് ഇവിടെ മാത്രമല്ല പലതും കണ്ടിട്ടുള്ളത് കൊണ്ട് ഇതും കൂടെ കാണണമെന്നൊരു നിർബന്ധമൊന്നുമില്ല. മാത്രമല്ല ഒരു കാര്യമില്ല, അതൊരു വേസ്റ്റ് പരിപാടിയാണ്. ഭയങ്കര ഫ്രസ്ട്രേഷൻ ഉണ്ടെങ്കിൽ പറ്റും.
ഈ സെക്സ്വൽ ഫ്രസ്ട്രേഷൻ ഉള്ള ആൾക്കാർക്ക് ഇതൊക്കെ പറ്റത്തുള്ളൂ, അല്ലാതെ ഇത് കിട്ടുന്നില്ലല്ലോ. അല്ലെങ്കിൽ ഇങ്ങനെ കാര്യമായിട്ടുള്ളൊരു സെക്ഷൽ ഇന്റർകോഴ്സോ അല്ലെങ്കിൽ അങ്ങനത്തെ റിലേഷൻഷിപ്പ് ഒന്നും ഇല്ലാത്തവർ ഇങ്ങനെയൊക്കെ വിട്ട് കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഇതൊക്കെ. അല്ലാത്തവർക്കൊന്നും ഇതൊന്നും അങ്ങനെ വലിയ സംഭവം തോന്നുമില്ല, ആരും അങ്ങോട്ട് പോകാറുമില്ല. ഇനി അഥവാ പോയാലും ഇതിന്റെ പുറകെ ഒന്നും പോകണമെന്നൊരു നിർബന്ധമില്ല. അതെനിക്ക് മനസ്സിലായത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ്. ഇതൊന്നാതെ നമുക്കറിയാം അതിനകത്ത് എന്തോ നടക്കുന്നത്. അതുകൊണ്ട് പിന്നെ ഇതിനൊന്നും കൊണ്ട് പൈസ ഒന്നും കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. വെറുതെ ഇതിലും ഇങ്ങനെ നേരത്തെ ഇരുത്തിയേക്കുക. അത് നമ്മൾ നോക്കുമ്പോൾ അവരെല്ലാം നമ്മളെ നോക്കുന്നവരെ തോന്നുന്നു. ഇങ്ങനെ കാണിക്കാണ്ടൊക്കെ ഞാൻ എൻ്റെ കൂട്ടുകാരെ ഇന്ന് കണ്ടു, ഞങ്ങൾ തിരിച്ചിറങ്ങി പോരും. വേറെ രണ്ടുപേരും അങ്ങോട്ട് വന്നില്ല, അവർക്ക് പേടി അങ്ങോട്ട് വരാൻ. ഞങ്ങൾ പിന്നെ കയറിയിട്ട് ഇറങ്ങാം, നമുക്കറിയാമല്ലോ ഇറങ്ങി പോരാൻ കുഴപ്പമൊന്നുമില്ല, അവർ പിടിച്ചൊന്നും കൊണ്ടുപോകത്തില്ലെന്ന് അറിയാം. നമ്മൾ കയറിയിട്ട് ഇറങ്ങിയാൽ ശരിയാകത്തില്ല, വല്ല പ്രശ്നം ഉണ്ടായാലോ എന്നൊക്കെ അങ്ങനെ പറയണം. ഇവിടുന്ന് അങ്ങനെയൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അച്ഛൻ പക്ഷേ അതിനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അച്ഛനുള്ള കള്ളം എല്ലാം പറയുന്നുണ്ട്. മറ്റൊരാരും ഇങ്ങനെയൊന്നും പറഞ്ഞില്ല. ഒരു പോയിന് വേറെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു, ബിസിനസ് ആവശ്യങ്ങൾക്കൊക്കെ ആൾക്കാർ പോകും. കുറേ സാധനം എടുക്കാൻ അതിനൊക്കെ പോകുന്ന പോക്കിലൊന്നും ഏതൊന്നും പിടിക്കുന്നതല്ല. ഇടയ്ക്കൊക്കെ പോകുന്നവരാണേ, അത് വേറെ കാര്യം. അവിടെ തന്നെ എന്തോരം മലയാളം താമസിക്കുന്നുണ്ട്, എല്ലാവരും താമസിക്കുക അല്ല. പക്ഷെ ഇങ്ങനെ പോയത് ഇത്രയും കള്ളം പറഞ്ഞ സ്ഥിതിക്ക്, ദൈവത്തെ ഇട്ട സ്ഥിതിക്ക് 100% ഉറപ്പാ ഇയാൾ അത് തന്നെ. അതുപോലെ അല്ലേ